ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യത്തെ കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ ടോപ്പിക്കാണ്. നമ്മുടെ ട്രേഡേഴ്സിൻ്റെ ഒരു ബോയ്ക്കോട്ട് ഒരു സ്ട്രൈക്ക് അവിടെ ഇന്ന് ഓഗസ്റ്റ് 12 കാണിക്കുന്നുണ്ട്. അത് അത് ജെന്യുവിനാണെന്ന് പേഴ്സണലി ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാനും ആ ഒരു സ്ട്രൈക്കിൻ്റെ പാർട്ടാവുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. അതൊരു എന്താണ് ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു പ്രതിഷേധമല്ല, അതൊരു സിസ്റ്റം ഷുഡ് റിവൈവ് എന്നുള്ള ഒരു തോട്ട് കൊണ്ട് ഞാൻ അവിടെ ചെയ്യുന്നതാണ്. ബിക്കോസ് CA സിസ്റ്റം വരുന്ന സമയത്ത് ആദ്യത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത്, അതായത് ഓഗസ്റ്റ് 3 തോന്നുന്നു ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത്, അതിന് ആ ദിവസത്തെ അവസാനത്തെ 15 മിനിറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ലിറ്ററലി മാർക്കറ്റിനെ പ്രൈസിനെ ഞങ്ങൾക്കിഷ്ടമുള്ള രീതിക്ക് തിരിക്കാൻ കഴിയും എന്ന് ആരൊക്കെയോ പറഞ്ഞു വെക്കുന്ന പോലെയായിരുന്നു അവസാനത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത്. അടുത്ത ദിവസവും ആദ്യത്തെ ഫ്ലൂക്കല്ല, അത് നമുക്ക് പറ്റുന്ന കൺട്രോളബിൾ ആയിട്ടുള്ളൊരു തിങ്ങാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അത് രണ്ടാമത്തെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം വരെ അത് റിപ്പീറ്റ് ചെയ്തിട്ടാണ് പിന്നെ അതിൻ്റെ ഒരു സിസ്റ്റം അടങ്ങുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഒരു വെല്ലുവിളി പോലെയാണ് ഫീൽ ചെയ്തത്. അപ്പോൾ ഇന്ത്യ അത് മനസ്സിലാക്കണം, ഇന്ത്യൻ സെബി അത് മനസ്സിലാക്കണം എന്ന് പേഴ്സണലി എൻ്റെ മനസ്സിനകത്തും ഉണ്ടായിരുന്നു. ബിക്കോസ് അതങ്ങനെ കയറണം എന്നുണ്ടെങ്കിൽ മിനിമം 1% മേളിൽ എല്ലാ സ്റ്റോക്കിൻ്റെ മേളിലും ബൈ ചെയ്തിരിക്കണം. അപ്പോൾ 5 മിനിറ്റിന് മുന്നേ 750 രൂപയ്ക്ക് മേടിക്കാമായിരുന്ന ഒരു സ്റ്റോക്ക് എന്തുകൊണ്ട് അടുത്ത ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് 775 രൂപയ്ക്ക് അവർ മേടിക്കണം? അത് അത്ര ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. മാർക്കറ്റ് അത്രത്തോളം സമയം ഉണ്ടായിരുന്നു. ആ 5.25 മണിക്കൂർ മാർക്കറ്റ് ഉണ്ടായിരുന്നപ്പോൾ 750 രൂപയ്ക്ക് മേടിക്കാത്ത സ്റ്റോക്കിന് എന്തിന് അവസാനത്തെ ഒരു 2 മിനിറ്റ് കൊണ്ട് അവർ 770 രൂപയ്ക്ക് മേടിച്ചു എന്നുള്ളത് ഒട്ടും ഫെയർ ആയിട്ടുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന ഒരു സംഭവമാണ്. അത് അത്ര നല്ലൊരു പരിപാടിയല്ല. അതുപോലെ തന്നെ ജൂലൈയിലെ ലാസ്റ്റിലത്തെ ഒരു വീക്കിലൊക്കെ ഒരു ഉച്ചയ്ക്ക് ഒരു സിംഗിൾ ക്യാൻഡിൽ ഉണ്ടായിരുന്നു. മാർക്കറ്റ് വെറുതെ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഒരൊറ്റ സിംഗിൾ ക്യാൻഡിൽ 120 പോയിന്റ് നിഫ്റ്റി വീഴുന്നിട്ട് അടുത്ത 2 ക്യാൻഡിൽ കൊണ്ട് തിരിച്ച് നിഫ്റ്റി കയറി പോവുകയാണ്. അതായത് ആ ഏരിയയിലുള്ള കംപ്ലീറ്റ് എസ്എല്ലും സ്വീപ്പ് ചെയ്തിട്ട് അടുത്ത് കയറി പോവുകയാണ്. സാധാരണക്കാരനാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുക. മാർക്കറ്റിൽ ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇതെന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാണ്ട് വെറുതെ വിസ്മൃതിയിലിരിക്കുന്ന ഒരു മൈൻഡ് സെറ്റിലിരിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകത്തില്ല. അത് പഠിക്കുക തന്നെ വേണം. അത് പഠിക്കും എന്നുള്ളൊരു ചിന്തയിലാണ് ഈ ഒരു ദിവസത്തേക്ക് ഓർഡേഴ്സ് ട്രിഗർ ചെയ്യുന്നില്ല എന്നുള്ളത് ഉദ്ദേശിച്ചത്. അതൊരു എന്താ പറയുക, ഒരു ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു പ്രതിഷേധമല്ല, ആ ഒരു സിസ്റ്റം മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ആരെയും അതിൽ കമ്പൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്താണ് ഫെയർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് അതുപോലെ പ്രതികരിക്കാം, അതേ ഉള്ളൂ. ഞാൻ എൻ്റെ മാത്രമായിട്ടുള്ളൊരു പ്രതികരണമാണ് ഞാനവിടെ പറഞ്ഞത്. അടുത്ത് നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് ക്രൂഡ് ഓയിലിൻ്റെ വില, ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ വില 88ഒക്കെയാണ് മിയർ ലെവൽ എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് ദിവസം കൊണ്ട് പറയുന്നുണ്ട്. അത് 90 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റി, മാർക്കറ്റ് കയറാൻ ബുള്ളിഷായിട്ട് നിൽക്കാനുള്ള മാർക്കറ്റ് പെട്ടെന്ന് ഒരു ചെറിയൊരു നെഗറ്റിവിറ്റിയിലേക്ക് പോയി. അപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റിയാണ് മാർക്കറ്റിൽ ഇത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് സൈഡ് വൈസ് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഏരിയയാണ് 24,500 to 24,600 റേഞ്ചിലുള്ളത്. അപ്പോൾ മാർക്കറ്റ് അത്യാവശ്യം സൈഡ് വൈസ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഹൈക്കാവുന്നു. കമ്മോഡിറ്റീസ് എല്ലാം, ഗോൾഡ്, സിൽവർ എല്ലാ പ്രൈസ് ഹൈക്കാവുന്നുണ്ട്.
അപ്പോൾ അതിനനുസരിച്ചിട്ട് നിഫ്റ്റിയുടെ വാല്യൂസ് താഴേക്ക് വരുന്നു. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുന്നത് അത്ര നല്ലതല്ല. പ്രത്യേകിച്ചും ഒരു മാക്സിമം ലെവൽ ഞാനൊരു 88 പറഞ്ഞിരുന്നു അല്ലേ, ആ 88ന് മേളിലേക്ക് കയറിയപ്പോഴേക്കും അത് മാർക്കറ്റിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് മാർക്കറ്റ് താഴേക്ക് വന്നത്. ഇന്നലെ ഒരു PE സൈഡ് മാത്രം ഓൾറെഡി മെനഞ്ഞാന്ന് ലാസ്റ്റ് ക്യാൻഡിലുകളിൽ ഒരു PE സൈഡിനുള്ള ഒരു ചെയ്യുന്നെങ്കിൽ ഒരു ഷോർട്ട് ട്രേഡിംഗ് മാത്രമേ മാർക്കറ്റിൽ അവൈലബിൾ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ മാർക്കറ്റ് സൈഡ് വേസ് പോയി ഇവിടെ ക്ലോസ് ചെയ്തു. അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ PE സൈഡ് വർക്കൗട്ട് ചെയ്യുന്നതാണ് കണ്ടത്. ഒരു ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ മാർക്കറ്റ് ആ ഒരു ട്രേഡ് തലേദിവസം ഉച്ചയ്ക്ക് ശേഷം നടക്കേണ്ടിരുന്ന ട്രേഡ് നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ചാറ്റിൽ പോയി നോക്കിയാൽ അറിയാം. മെനഞ്ഞാന്നൊരു 2-2:30 ശേഷം ഒരു PE സൈഡിലെ ഒരു ട്രേഡിനാണ് പോസിബിലിറ്റി എന്ന് പറഞ്ഞിരുന്നു. ആ പോസിബിലിറ്റിയാണ് മാർക്കറ്റിൽ പിന്നീട് കണ്ടത്. അടുത്ത ദിവസമാണ് അത് സംഭവിച്ചത് എന്നുള്ളതാണ്. സോ മാർക്കറ്റ് ഇപ്പോൾ വന്ന് അടുത്തൊരു സപ്പോർട്ട്, ഇതൊരു സപ്പോർട്ട് ഏരിയയാണ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ടിലേക്ക് വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് താഴേക്ക് പോകാൻ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യുന്നത് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റിന് ഈ ഒരു സോണിനുള്ളിൽ ട്രേഡ് ചെയ്യാനായിരിക്കും. 24,350-നും 24,520 500-ന് മേളിൽ കയറാൻ ഇപ്പോൾ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. താഴേക്ക് വീഴാനാണെങ്കിൽ ഫ്ലാറ്റായിട്ട് നിൽക്കാനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മാർക്കറ്റിന് ഒരു ഫ്ലാറ്റ് ടു ബെയറിഷ് ബയസാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയ്ക്ക് ഉള്ളിൽ വന്ന് ട്രേഡ് ചെയ്യാൻ, അതായത് ഈ ഒരു ക്യാൻഡലിൽ ഈ ഒരു ഏരിയ ഞാൻ വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്ക് വന്ന് ട്രേഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് കാണിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് ക്യാൻഡലിൽ വരാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്ക് ആ ട്രേഡ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. മാർക്കറ്റിൽ ചിലപ്പോൾ സ്ലോ ആയിട്ടാണ് അത് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ട്രേഡ് കിട്ടാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് പിന്നെ എങ്ങനെ മാർക്കറ്റിനെ സെറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് നോക്കാം. കാരണം FIs ഓൾറെഡി ബയ്യേഴ്സാണ്. പക്ഷേ ആ ബൈയിങ് വലിയ ക്വാണ്ടിറ്റിയിലല്ല, ആ വലിയ പ്രൈസിലും അല്ല. 100-200 കോടിക്കൊക്കെ FI മേടിക്കുന്നത് പറഞ്ഞാൽ വളരെ തമാശയായിട്ടുള്ളൊരു സംഭവമാണ്. 2000 മുതൽ ഒരു 6000 കോടി രൂപയ്ക്കുള്ളിലാണ് സാധാരണമായിട്ട് FIs മേടിക്കാറുള്ളത്. അറ്റ്ലീസ്റ്റ് ഒരു 1000 CR ടു ഒരു 5000 CR-ൻ്റെ ഉള്ളിലാണ് ഒരു ഐഡിയൽ ആയിട്ടുള്ളൊരു പ്രൈസ് എന്ന് അറിയാം. ബട്ട് ആ ഒരു ഏരിയയെക്കുറിച്ച് FI ചിന്തിക്കുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ വരട്ടെ, എന്നിട്ട് നമുക്ക് അഗ്രസീവായിട്ടുള്ള പൊസിഷൻസ് ബിൽഡ് ചെയ്യാം. ഈ ഒരു യുദ്ധം നടക്കുന്ന കാലത്തോളം അത് അത്ര നല്ലൊരു സിറ്റുവേഷനിലല്ല. സോ ഇതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഇന്നത്തെ ട്രേഡ് പ്ലാൻ ചെയ്യാൻ ഞാൻ പറയുന്നില്ല. ട്രേഡ്സ് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്. ഞാൻ പേഴ്സണലി അതിൽ ഒന്നും ചെയ്യുന്നില്ല. പുതിയ സ്റ്റോക്സ് നമുക്ക് നാളെ നോക്കാം. ഒരു ഓർഡറും ഞാൻ പൊസിഷൻ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിലെ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് കളയുകയോ ബൈ ചെയ്യുകയോ ചെയ്യുന്നില്ല. ഒരു ഓർഡറും ട്രിഗർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ എടുത്ത എൻ്റെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ്. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.